കഴിഞ്ഞ ദിവസം ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തില്ലേ, അപ്പോൾ എല്ലാവരും ചോദിച്ചു പരിപ്പേറിയുടെ റെസിപ്പിയും കൂടെ വേണമെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു. പരിപ്പേറി ഉണ്ടാക്കാൻ പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് ഇവർ വീഡിയോ എടുക്കാൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് പരിപ്പേറി വീഡിയോ കൂടെ എടുത്തേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇത്രയും പരിപ്പ് എടുത്ത് ആക്ച്വലി ഇന്ന് പരിപ്പേറി ആവശ്യമില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തത്. അതാ ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളിയും 2 ചുവന്നുള്ളി, ഇത്രയും സാധനം മതി. ഞാൻ നോർമലി ഇങ്ങനെ അരിപ്പയിൽ വെച്ചിട്ട് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് റെഡ് പരിപ്പാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത്, മസൂർ ദാൽ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെയാണ് കഴുകിയെടുക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്നാണേ. സത്യത്തിൽ ഞാൻ ഇങ്ങനെ കഴുകുന്നത് വെച്ചാൽ നമുക്ക് കല്ലൊന്നും ഇല്ലാത്ത പരിപ്പല്ലേ ഇപ്പോൾ കിട്ടുന്ന, നല്ല ഫ്രഷ് പരിപ്പാണല്ലോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കും. പരിപ്പ് എന്നിട്ട് ഈ ചെറിയ കുക്കറിൽ പരിപ്പിടുക. ഇതിലേക്ക് ഇങ്ങനെ റോ ആയിട്ട് തന്നെ ഇതിടുക. കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ അത് ഇത്രയും മതി കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ നെകന്ന് നിൽക്കുന്ന പോലെ. ഇതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. ഇത്രയും മഞ്ഞൾപ്പൊടി മതി, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി മതി. ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ആക്ച്വലി ഇവിടുന്ന് ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടു തരുന്ന മഞ്ഞൾപ്പൊടി, നല്ല മഞ്ഞൾപ്പൊടിയാണ്, നമ്മൾ നാച്ചുറൽ. ഇത് കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും ഇടുക. അതിലേക്ക് ഒരിച്ചിരി നെയ്യും കൂടി എണ്ണയും കൂടെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. കാരണം ഇതേ തിളച്ച് മുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും കുറച്ചൊരു എണ്ണ അതിനകത്ത് ഇടാറുണ്ട്. അടച്ച് ഒരൊറ്റ സ്റ്റീം മതി കേട്ടോ. ഒന്ന് ആവി വരുമ്പോഴത്തേക്ക് വെയിറ്റും കൂടി ഇട്ടിട്ട് ഒരു സ്റ്റീം വെന്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഞാനൊരു ചെറിയ റെസിപ്പി എൻ്റേതായിട്ടുള്ള ചെയ്യാറുണ്ട്, അത് കാണിച്ചു തരാം. ഞാൻ കുറച്ച് പാല്, അതായത് നമ്മുടെ മിൽമ പാൽ തന്നെ ആഡ് ചെയ്തത്. ഞാൻ എല്ലാം എളുപ്പം ചെയ്യുന്ന പരിപാടികളാട്ടോ. കുറച്ച് ഒരു ഇച്ചിരി മതിയേ. ഇത്രയും കണക്കൊന്നും ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാം അറിയില്ല. കുറച്ച് പാൽ എടുക്കുക, ഇതിനെ തിളപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെന്ത് കഴിയുമ്പോൾ നോക്കാം. പാലൊന്ന് തിളപ്പിച്ചിട്ട് അവിടെ വെക്കുക. അത് കഴിഞ്ഞ് പരിപ്പിലേക്ക് നമുക്ക് ചേർക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മല്ലിയില കട്ട് ചെയ്തതും പിന്നെ കുറച്ച് താളിക്കാനുള്ളതും സെറ്റ് ചെയ്യാം. പിന്നെ കറിവേപ്പിലയുടെ കുറച്ച് തണ്ട് ഞാൻ എടുക്കാം. ഇത് വീട്ടിൽ പിടിച്ച കറിവേപ്പില കേട്ടോ, അതുകൊണ്ടാണ്. അതായത് 2 പച്ചമുളകും കൂടി ഇടും. പിന്നെ കടുക് ഞാൻ ഇടാറില്ല പരിപ്പ് കറിക്ക്, എനിക്ക് ഇഷ്ടമല്ല. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ഇടാം കേട്ടോ. പാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അളവിന് വേണ്ടി ഞാൻ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയ ബൗളിൽ കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ളൂ, അപ്പോൾ അത്രയും പാലാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ താളിക്കാനായിട്ട് ഗീ ആണ് വേണ്ടത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഗീ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഗീ ആക്ച്വലി ഹെൽത്തിന് നല്ലതാണല്ലോ. എനിക്ക് ഇവിടെ എല്ലാത്തിനും ഗീ വേണം. നമ്മൾ കുറച്ച് എന്തായാലും യൂസ് ചെയ്യും. പിന്നെ ഗീ റൈസ് ആയതുകൊണ്ടാണ് ഗീ കൂടുതൽ വെച്ചത്. അപ്പോൾ കുറച്ച് ഒരു സ്പൂൺ ഗീ, കുറച്ച് ഞാൻ ചേർക്കുന്നത്. ഒരു സ്പൂൺ ഗീ ഒന്ന് മെൽറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഉണക്കമുളക്, കടുക് ഇടുന്നവർക്ക് കടുക് ഇടാവേ. ഞാൻ കടുക് യൂസ് ചെയ്യാറില്ല പരിപ്പ് കറിക്ക്, ബാക്കി എല്ലാത്തിനും യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് മുളക് ഫ്രൈ ആയി കഴിയുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി വെക്കാം. ഇനി നമുക്കൊന്ന് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാവേ. കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു വിസിൽ മതിയേ. ഇത് കണ്ടോ, നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇങ്ങനെ വേകണം. നല്ലതായിട്ട് വെന്ത് കഴിയുമ്പോൾ ഒന്ന് നമ്മൾ സ്മാഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓണാക്കണേ. കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാനിത് മിൽമ പാൽ ആക്ച്വലി ഒരു തവണ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ തേങ്ങാപ്പാലാണ് നോർമലി ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ചേർത്ത് നോക്കാമെന്ന് വിചാരിച്ച് ചേർത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു കപ്പിൽ പാലെടുത്തിട്ടുണ്ട്, അതൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ വെള്ളം കുറച്ചെടുക്കേണ്ടവർക്ക് വെള്ളം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് കുറച്ചുകൂടെ തിക്കാകും. ഒന്ന് തിളയ്ക്കാൻ വെക്കുക. ഒന്ന് തിളച്ചാൽ മതി, ഒരു മിനിറ്റ്. ഈ പാലും ഇതും കൂടെ ഒന്ന് മിക്സ് ആകുന്നൊരു ടൈം. എന്നിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിക്കുക. ഭയങ്കര സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാം. ഈ താളിക്കുന്ന പരിപാടിയൊന്നും ഞാൻ സാധാരണ ചെയ്യാറില്ല. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തതേ ഉള്ളൂ. ഗീയിൽ ഒഴിക്കുക. ഗീ ആട്ടോ യൂസ് ചെയ്യുന്നതിന്. കുറച്ച് മല്ലിയില യൂസ് ചെയ്യുന്നവർക്ക് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപ്പ് കറി. കണ്ടോ, ഇതാണ് നമ്മുടെ പരിപ്പ് കറി റെസിപ്പി. അപ്പോൾ ദേ നമ്മുടെ ദാൽ കറി അല്ലെങ്കിൽ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക,
അതുപോലെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും റെസിപ്പിയൊക്കെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു സോ മച്ച്.